വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പം ഞാനും സുഖമായിട്ടിരിക്കുക കേട്ടോ. യാതു നീ എന്നെ എടുക്കുവാടാ. എൻ്റെ ആ സെൽഫി സ്റ്റിക്ക് നശിപ്പിക്കുന്നുണ്ട് ഗൈസ്. ഒരു തരത്തിൽ എനിക്ക് തരുന്നില്ല. ജിമ്പലല്ല കേട്ടോ, സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് അവൻ അവിടെ അമ്മാ. അപ്പം എന്താ പറയണ്ടേന്നൊന്നും തിരിയുന്നില്ല ഗൈസ്. ഒരു ഡെയിലി വ്ളോഗ് എടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഇൻട്രോ എടുത്തത്. പക്ഷെ എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. ചായ കുടിച്ചിട്ടില്ല ഗൈസ്. ഇതിപ്പോൾ വൈകുന്നേരം കേട്ടോ, രാവിലെ എടുക്കുന്നതല്ല. കുളിയൊക്കെ കഴിഞ്ഞല്ല മലയാളം മങ്കിയായിട്ടിരിക്കുന്നുണ്ട്. മങ്കിയല്ല മങ്കയായിട്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ച് പേര് കാണുമ്പോൾ വിചാരിക്കും മങ്കിയല്ല മങ്കിയാന്ന് പറയുന്നവരും ഉണ്ടാവും. ജസ്റ്റ് ഇലേക്കിട്ട ഇലേ അങ്ങ് വിട്ടോളൂ ഗൈസ്, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. പറയുന്നവർ പറയട്ടെ, നമുക്കറിയാലോ മങ്കിയാണോ മങ്കിയാണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ എന്താ പറയണ്ടേ, ചായ കുടിക്കണം ഗൈസ്. അതിന് മുന്നേ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, തലയിലൊക്കെ നിറച്ചു എണ്ണ വെച്ചിട്ടുണ്ട്. ഹെയർ ഫോൾ നല്ലപോലെ ഉണ്ട് ഗൈസ്. നല്ല പോലെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഉരി തീർന്നിട്ടുണ്ട്. അതിന് കുറച്ചൊരു 4-5 വാലും കൂടി ഉണ്ട്. അതും കൂടി തീർത്താൽ എന്നാൽ മുട്ടയാവും ഗൈസ്. അപ്പോൾ മുട്ടയാവുമോ എന്ന് അറിയത്തില്ല. അതിന് മുന്നേ ഞാൻ കുറച്ച് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ സക്സസ് ആയാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തായാലും. അപ്പം കുറച്ചൊരാശ്വാസം വന്നിട്ടുണ്ട്, കുറച്ച്. എന്നാലും ഇങ്ങനെ പിടിക്കുമ്പോൾ അല്ലെ തലയിൽ കൈയിടുമ്പോൾ ഒക്കെ നല്ലപോലെ വരുന്നുണ്ട് ഗൈസ്. ഞാനില്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് വർത്തമാനം പറയാൻ ഭയങ്കര ഇഷ്ടം. വർത്തമാനപ്രേമിയാണ് ഓൾറെഡി. പക്ഷേങ്കിൽ ഇങ്ങനെ നിങ്ങളോട് വർത്തമാനം പറയുമ്പോൾ എനിക്ക് സമയം പോകുന്നത് തിരിയുന്നില്ല ഗൈസ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് വർത്തമാനം പറയാൻ. കുറേ ആൾക്കാർ പറയുന്നുമുണ്ട് എൻ്റെ വർത്തമാനം ഭയങ്കര ഇഷ്ടം. കുറേ പേരൊന്നും പറയുന്നില്ല ഗൈസ്, കുറച്ച് പേര്. മിണ്ടാതിക്കടാ. പിള്ളേര് രണ്ടും അപ്പുറത്താണുള്ളത്. അപ്പം എപ്പോഴും ഒരേ സ്ട്രെസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. പഠിത്തം. അതുകൊണ്ട് അവരപ്പുറത്ത് പോയിട്ടുണ്ട്. അത് നശിപ്പിക്കുവോ? അപ്പം ഞാൻ ചായ കുടിക്കട്ടെ ഗൈസ്. സമയം എത്രയെന്ന് അറിയോ? 7:45. എന്നാലും ആ സമയത്താണ് തോന്നുന്ന സമയത്തൊക്കെയാണ് ചായ കുടിക്കും. അപ്പം ഗൈസ്, ഞാൻ ചായ കുടിക്കാൻ പോകുന്നതിന് മുമ്പേ കുറച്ച് ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചു ഗൈസ്. നാളെ മലയാളത്തിൻ്റെ ഡിക്റ്റേഷൻ ഉണ്ട് കുഞ്ഞാറ്റൊക്കെ. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കട്ടെ. ഇല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചിട്ട് വരും, കാര്യമായിട്ട് മേടിച്ചിട്ട് വരും. എന്തെന്നാ കായികമേള അല്ലേ? എഴുതിക്കേ, കായികമേള. കായികമേള. നീ എന്താ നോക്കുന്നേ? മേള. ഏ ചിഹ്നം. നോ യാദു, നോ യാദു. അതാ അമ്പി ചേച്ചി വിളിക്കുന്ന മേ. യാദു അതാ വിളിക്കുന്ന പിടിക്കല്ല യാദൂട്ട നോ യാദൂട്ട. എന്തിനാ അത് പിടിക്കുന്നേ? കായികമേള. വൃത്തിക്ക് എഴുതിയത് പടി. അതൊന്നിട്ട് ഒരപൂർവത. രണ്ടാമത്തെയാണേ അത് എഴുത്. നോ. എലിമെന്ററി. എഴുത്. ചിലപ്പോ ഇതൊക്കെയാ വരുവാന്ന് വെച്ച് കഴിഞ്ഞാല് ടാസ്ക് ഉള്ളതായിരിക്കും ടീച്ചർ തരുവാ. എലിമെന്ററി.
അൻവി ഞാൻ അതിനൊരു ഷെഡ് ഇട്ട് കൊടുത്തങ്ങനെ എലിമേ ഇഞ്ച ഇഞ്ച ആ എന്റെ എന്നൊക്കെ എഴുതുന്നതിന്റെ ഇഞ്ച റീ എലിമെന്ററി ആ മതി എലിമെന്ററി മത്സര ഇനങ്ങൾ ആ അത് മതി ആ സാർ ഒരു മൂത്രത്തിനുള്ളൂ എന്നാ അതോ ഇനി ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല ഗൈസ് അത് വേണ്ട 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 അത് വേണ്ട ഡ്രസ് ഇട്ട് കൊടുക്കണ്ട ഷെഡി മാത്രം മതി സൂക്ഷ്മവുമായ അൽമാരിന്റെ ഡോർ എന്നെ അൻവി ചെയ്യണ്ടേ സിബ് ഇട്ട് വെക്കണേ ബാഗിന്റെ അതുട്ടാ മുടി പിടിച്ച് പൊട്ടിക്കല്ല നോക്ക് ഗൈസ് സൂക്ഷ്മവുമായ മവുമായ ഇട്ടവത്തോ താഴെ കിടന്ന് ഗൈസ് ഇട്ടവത്തോ താഴെ അതോ പഠിപ്പിക്കാൻ വിടുമെന്ന് അറിയില്ല ഗൈസ് ഞാൻ നിങ്ങൾക്ക് 2-3 വാക്ക് പറഞ്ഞു കൊടുത്തിട്ട് ചായ കുടിക്കട്ടെ എനിക്ക് ചായ വേണം നിങ്ങൾ ചായ കുടിച്ചിനാ മധുരം ഇല്ലാണ്ട് കുടിക്കുന്നത് നല്ലത് ആ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഗൈസ് ഞാനില്ലേ ഷുഗർ കട്ട് എടുത്തു വീണ്ടും ഷുഗർ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര അങ്ങനെ ഫുള്ളായിട്ടല്ല ഭയങ്കരമായിട്ട് കുരു വന്നായിരുന്നു അപ്പം ഞാൻ നല്ലപോലെ ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ പഞ്ചസാര പാടെ അങ്ങ് എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞു പക്ഷെ കുറച്ചൊക്കെ മറ്റേ ചോക്ലേറ്റ് അങ്ങനത്തെ ഷുഗർ എടുക്കുന്നുണ്ട് തീരെ കഴിക്കാണ്ടില്ല പക്ഷെ സത്യം പറഞ്ഞാൽ നല്ല ഷുഗർ കട്ട് എടുത്തതിന്റെ മാറ്റം എൻ്റെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ സൂക്ഷ്മവുമായതാ അല്ലേ സൂക്ഷ്മവുമായതാ സാധനങ്ങൾ വരയ്ക്കുക കായിക ആ വെരി ഗുഡ് സാമഗ്രികകൾ കായിക സാമഗ്രികകൾ അങ്ങനെ വരുള്ളൂ ഗകളൊന്നും നാന്നുള്ളത് എന്നാടാ അവിടെ പണി എന്നാടാ നിനക്ക് അവിടെ പണി വെള്ളപ്പാറ്റ എടാ വിടറ എന്റെ ചെരുപ്പെന്നെ അതെ ഗൈസ് അമ്പീന് നല്ല രസമില്ലേന്ന് കാണാൻ സുന്ദരിമണി ആയിട്ടുണ്ടെന്ന് എല്ലാരും സുന്ദരിമണി ആയിട്ടുണ്ട് ഗൈസ് ഞാൻ തോന്നും നോക്ക് ഗൈസ് ഒരു വീഡിയോ എടുക്കാൻ വിടുന്നില്ല എന്തെന്നാണ് യാതൂട്ടാ ഞാൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ നീ ആയിരിക്കെങ്കും വേണോ ഗൈസ് നീ ആയിരിക്കെങ്കും വേണോ ഗിവ് അവേ വേണോ ആ എന്നെ പഠിപ്പിക്കുവാടാ നീ പഠിപ്പിക്കുവാടാ കൊള്ളപ്പെട്ട് പോയ ഇതാണ് ഗൈസ് ഇപ്പത്തെ പരിപാടി പിടിച്ചു നടക്കും ഇത് 1 വയസ്സാകുമ്പോഴത്തേക്കും ഓടുവോ പറക്കുവോ എന്തോ പറക്കും പോവാൻ ബാ അത് ബാ ബാ മരണപ്പേടിയാണ് ബ്രഷ് ഗൈസ് അവന്റെ ബ്രഷ് തന്നെ അവൻ കടിക്കുന്നു സിലിക്കോണിന്റെ ബ്രഷ് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഗൈസ് എടീ എല്ലാം കിട്ടിയിട്ടുണ്ട് പഠിക്കടിയായിരുന്നേ 10 ഗൈസ് നല്ല മഴയാണ് നല്ല മഴ എന്നൊക്കെ പറഞ്ഞാലില്ലേ അടിപൊളി മഴ സീസൺ ആയല്ലോ കണ്ടോ കാണൂലെന്ന് തോന്നുന്നു തകർത്ത് വാരി പെയ്യുന്നുണ്ട് കാറൊക്കെ സുന്ദരനായി മഴ പെയ്ത് ചവിട്ടി എടുത്തിട്ട് ഗൈസ്
ഇരുന്നേ. ഓ ആ പരിപാടി അങ്ങനെ ചവിട്ടിയൊക്കെ എടുത്തിട്ടതിന് ശേഷം ഞാൻ മൂക്ക് കുറച്ച് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നേ. അതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് തിണ്ണയിൽ വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നല്ല മഴയൊക്കെ പെയ്ത് ഇങ്ങനെ എന്താ പറയുക നല്ല തണുത്തിരിക്കുവാണ്. അപ്പോൾ എനിക്ക് സിറ്റ് ഔട്ടിൽ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അപൂർവേ ഞാനങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കാറുള്ളൂ കേട്ടോ. കാരണം ഒന്ന് ഏട്ടനുണ്ടെങ്കിൽ ഇരിക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നായിരിക്കും, അങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കാറുള്ളൂ. പക്ഷെ ഇന്ന് എന്തോ എനിക്ക് ഭയങ്കര തണുപ്പൊക്കെ ഫീൽ ചെയ്ത് ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അപ്പം ഇരിക്കണം തോന്നി, അങ്ങനെ ഇരുന്നു കേട്ടോ ഞാനവിടെ. അപ്പം മേലെ കാണുന്ന ഓടപ്പൂ അമ്മ വാങ്ങി തന്നതാണേ. പിന്നെ മോളെന്തോ ആവശ്യത്തിന് വിളിച്ചപ്പം അകത്ത് പോയി തിരിച്ച് വന്നിരിക്കുക. ആ ഓടപ്പൂ ഇച്ചിരി ചുങ്ങിയിരിക്കുന്ന പോലെ കണ്ടിട്ട് ഞാനതൊന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. നല്ല വലിയ ഓടപ്പൂവാണ് ഇപ്രാവശ്യം അമ്മ വാങ്ങി തന്നത്. അതൊക്കെ അതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് ഇച്ചിരി നേരം പിന്നെ പുറത്തോട്ടൊക്കെ നോക്കി. മഴ പെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്, വീഡിയോയിൽ കാണായിട്ടാട്ടോ. നമ്മൾ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ മഴത്തുള്ളി വീഴുന്ന കാണാൻ എന്ത് രസമാണെന്നറിയോ. നല്ല അടിപൊളിയാട്ടോ അങ്ങനെ കാണാൻ. പിന്നെ മഴയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തോട്ടൊക്കെ നോക്കിയതിന് ശേഷം ശാന്തമായിട്ടൊരു ഇച്ചിരി നേരം ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ ഏട്ടനെയാണ്. എനിക്ക് ഏട്ടൻ ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാൻ നല്ലൊരു സുഖാട്ടോ. അപ്പം അടുത്ത പ്രാവശ്യം ഏട്ടൻ ഉണ്ടാവണം, ഈ ഒരു മഴ പെയ്യുമ്പം ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. നടക്കുമെന്നറിയില്ല, നോക്കാം ഗൈസ്. അടുത്ത പ്രാവശ്യം ഏട്ടൻ ഉണ്ടാവുമോ നോക്കാം. അപ്പം ചായയും കൂടി കിട്ടിയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. പക്ഷേങ്കിൽ മോളെ പഠിപ്പിക്കാനും യാതൂട്ടനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചായ ഇപ്പോൾ ഇവിടെ വെച്ച് കുടിക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പം പല പല ഓർമ്മകളൊക്കെ ആട്ടോ ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളിങ്ങനെ മനസ്സ് കൂടി ഓടുന്നുണ്ട്. അവനവൻ്റെ വീട്ടിൽ ഇങ്ങനെ എന്താ പറയണ്ടേ, ഇത്രയും സുഖത്തോടെ ഇരിക്കുന്ന ആ ഒരു ഫീലില്ലേ, അത് സ്വന്തം വീടുള്ളവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവൂ ഗൈസ്. അതിനുശേഷം ഞാൻ നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. ഞാൻ ചായ ഓൾറെഡി തിളപ്പിച്ചിട്ടുണ്ട്. കട്ടൻ ചായയാണ്, വിത്തൗട്ട് കട്ടൻ ചായ കേട്ടോ. അപ്പോൾ പഠിച്ചതേ പാടൂ എന്ന് പറഞ്ഞതുപോലെ എനിക്ക് കപ്പിൽ തന്നെ വേണം ഗൈസ്. എനിക്ക് കപ്പ് കുടിച്ചാലേ എനിക്ക് തൃപ്തിയാവുള്ളൂ. അത് ഇത്രയും വലിയ കപ്പ് തന്നെ വേണം. ഞാൻ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഒച്ച കേട്ടിട്ട് നോക്കിയതാട്ടോ, യാദപ്പം വന്നിട്ടുണ്ടായിരുന്നു. അവനോട് വർത്താനം പറഞ്ഞ് ഇച്ചിരി നേരം. അതിനിടയ്ക്ക് ഏട്ടൻ വീഡിയോ കോൾ വിളിച്ചു. പിന്നെ ഞങ്ങളുടെ കത്തിയടിയായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം ആവാനായി എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെയാണ് സംസാരിക്കുക. എന്താ ഇത്ര സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ഗൈസ്. ഇപ്പം നമ്മൾ കേരളത്തിൽ തുടങ്ങിയാൽ ചിലപ്പം അവസാനിക്കുന്നത് ജമ്മു കാശ്മീരിലായിരിക്കും. അതുപോലെയാണ് സംസാരം ഉണ്ടാവുക. അതിനിടയ്ക്ക് 100 വഴക്കുണ്ടാവും. പിന്നെ അത് പറഞ്ഞ് കോംപ്രമൈസ് ആക്കൽ, അങ്ങനെയാണ് ഓരോ ചർച്ചയും സംസാരവും അവസാനിക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഏട്ടനും ഞാനും. ഏട്ടൻ അവിടെ വണ്ടിയിൽ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ വിളിക്കും, ഏട്ടനിങ്ങനെ വിളിക്കുമ്പം 100,000 കാര്യങ്ങൾ സംസാരിക്കും. അതൊരു ഭയങ്കര ഒരു ഫീലിങ്സ് ആട്ടോ. പിന്നെ പിള്ളേരുടെ കാര്യങ്ങൾ അറിയും, പിള്ളേരുടെ കാര്യങ്ങൾ ചോദിക്കും. പിന്നെ എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ വേറെ ആരോടും ചോദിക്കാറില്ല, ഏട്ടനോടാണ് ചോദിക്കാറ് കേട്ടോ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ പുള്ളീനോടാണ് പറയാറ്. കാരണം ഏട്ടൻ എനിക്ക് അതിന് കറക്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ കാര്യമായ കാര്യത്തിൽ എന്തോ പറയുന്നുണ്ട് ഗൈസ്. ഞാൻ ഏട്ടനോട് എന്തോ ചോദിക്കുക പറയുക എന്തോ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇപ്പം സത്യം പറഞ്ഞാൽ. ആ സംസാരത്തിനിടയിൽ എന്താ പറയണ്ടേ, ചായ കുടിക്കുന്നുണ്ട്, മുടങ്ങാണ്ട് ചായ കുടിക്കുന്നുണ്ട്, എന്തോ കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഗൈസ്. ബേക്കറി ഐറ്റം കഴിക്കുന്നുണ്ട്. പിന്നെ ഫോൺ വിളിച്ചിരുന്ന സമയം പോകുന്നൊന്നും അറിയില്ല. അങ്ങനെ കുറച്ച് നേരം ഫോൺ വിളിച്ചിരിക്കും കേട്ടോ. ആദൂട്ടന് കുറുക്കല്ല ഗൈസ്. ആദൂട്ടന് തൈരും ഉരുളക്കിഴങ്ങും ചോറും എല്ലാം കൂടി കൂട്ടി കൊടുത്ത് ഇപ്പോൾ ഇതാ അമ്പിമോയെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാറ്റ കഴിച്ച് പാത്രം കഴുകി. ഇനിയിപ്പോൾ ദാദപ്പനെ ഞാൻ അങ്ങോട്ടേക്ക് കൊടുക്കണം ഗൈസ്. എന്നിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ. എനിക്കൊരു ഇതുണ്ട്, ഇങ്ങനെ വരയ്ക്കുന്നതാണ്. അതാ നിങ്ങൾക്ക് നേരത്തെ കാണിക്കാതെ കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് സെറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാവേ. ഓക്കെ ഗൈസ്, അവളുടെ ഒരു ബുക്ക് ഉണ്ട്, അത് കാണിച്ചു തരാമെന്ന് എനിക്ക് ഉദ്ദേശിച്ചു. ഇന്നാ ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചീൻ്റെ അടുത്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഗൈസ് പിള്ളേർ കഴിച്ചു. യാദൂന് കരയുന്നതിന് മുന്നേ അനക്ക് ഫുഡ് കഴിക്കണം. സാമ്പാറും ചോറും മാത്രമേ ഉള്ളൂ. തൈരുണ്ട്, ഉള്ളി വേണമെങ്കിൽ ഒന്ന് എടുക്കും ഞാൻ. അപ്പോൾ യാദൂട്ടൻ ഇപ്പിപ്പോയില്ല, ഒരു 9 മണി 9:30 അതിനുള്ളിലോന് ഉറക്കം വരും. പിന്നെ അങ്ങോട്ട് ഭ്രാന്താണ് ഗൈസ്, കരച്ചിലും ബഹളമൊന്നും പറയണ്ട. ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഫുഡൊന്നും കഴിക്കുന്ന കാര്യമില്ല. എൻ്റെ ഒരു ലോക്കൽ സാമ്പാർ ഗൈസ്, തട്ടിക്കൂട്ട് സാമ്പാർ. അപ്പോൾ പിള്ളേരൊക്കെ തിന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം ഞാൻ പോയി കഴിക്കട്ടെ. വിശപ്പൊന്നുമില്ല, പേരിനൊരു തതിയെങ്ങാനും കഴിയും. കാരണം രാത്രിയിൽ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടേ, പാല് കുടിക്കുന്നതുകൊണ്ട് ഭയങ്കര വിശപ്പിരിക്കും 2 മണിയൊക്കെ ആകുമ്പോൾ. അപ്പം ഞാൻ കഴിക്കട്ടെ. മൊത്തം കഴിച്ചിട്ടില്ല അല്ലേ? നാളെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. കഞ്ഞിന് വെള്ളം ഒഴിച്ച് ഞാൻ തരാം. വെറുതെ പറഞ്ഞ കേട്ടോ. സാമ്പാറുണ്ട് ഗൈസ്, അത് മര്യാദയ്ക്ക് തിന്നൂല. വീട്ടിൽ വെക്കുന്നത് കഴിക്കുന്നതുകൊണ്ട് നന്നായി കുഴപ്പമില്ല. അപ്പം ഞാൻ കഴിച്ചിട്ട് തരാം. അപ്പം ഗൈസ് ഞാനില്ലേ ഫുഡ് കഴിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ല ഇതിലേ കുടിയിലെല്ലാം പോകുന്നു. അതും അവിടെ എത്ര സ്ഥലമുണ്ട്. എത്ര പേര് രാത്രിയിൽ തലയിൽ എണ്ണ വെക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ പിള്ളേർക്കും അനക്കും എല്ലാം ഞാൻ രാത്രിയിലാട്ടോ എണ്ണ വെക്കാറ്. കുറച്ച് വരാൻ വേണ്ടിയിട്ട് കുഞ്ഞിത്തോള ഒരു ഒറ്റ കുത്തുകുത്തിന്. അപ്പോൾ എണ്ണ തേച്ച് കൊടുക്കട്ടെ ഗൈസ്. മുടി തിരിച്ചു പിടിക്കാനാവൂല എന്ന് എനിക്കറിയാം. ആ ഡെലിവറിക്ക് ഉണ്ടായ മുടി എന്തായാലും കിട്ടൂല. എന്നാലും തലയിൽ കുറച്ച് മുടി വേണ്ടേ. അബി അത് ഊര് തലയിലെ. ഓ അത് മൊത്തം മുടി ഉണങ്ങിയിട്ടുണ്ടാവും കെട്ടിയിട്ട് തന്നെ. നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കും ഗൈസ്. അവിടെ ഇറുക്കിയുണ്ട് അങ്ങനത്തെ. നല്ല പോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഗൈസ്. അധികം പ്രഷർ കൊടുക്കാണ്ട് തലയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെയും വൈകുന്നേരം ഇതേപോലെ ചെയ്ത് കൊടുക്കും കേട്ടോ. നല്ല പോലെ ആരെങ്കിലും ഒരാൾ ചെയ്തു തന്നാൽ അത്രയും നല്ലത്. അമ്പി ഒരിക്കൽ ചെയ്തു തന്നേടി തലയിൽ വേണ്ട. നല്ല സൂപ്പർ ഗൈസ് ഇങ്ങനെ ആരെങ്കിലും ചെയ്തു തന്നാൽ. എൻ്റെ യാദൂട്ടാ നീ ആ നശിപ്പിക്കൂടാ മോനെ. മുടി പൊട്ടിക്കറിയാം അമ്പി ഇങ്ങനെ ഇട്ടിട്ട്. ഞാൻ അത് വീഴല്ലേ. ഇതൊക്കെ എടുക്കുക. 9:30 9:30 9:45 നല്ലോണം. അപ്പോൾ മസാജ് ചെയ്തിട്ട് വരാം ഗൈസ്. എൻ്റെ തല നിങ്ങൾ കാര്യമാക്കണ്ട ഗൈസ്. എൻ്റെ മുടി പോലത്തെ കനവില്ലാത്ത മുടിയാണ്. അപ്പം അവൻ്റെ തലയിൽ ഞാൻ രാത്രിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. ജലദോഷം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലദോഷം വരില്ല, കാരണം എൻ്റെ ബോഡിയാണ്. അതുകൊണ്ട് നിങ്ങളത് കാര്യമാക്കാൻ നിൽക്കണ്ട. അവൻ്റെ കളി കണ്ട നിങ്ങൾ എന്നെ കാണിക്കുന്ന. ഇതാണ് അവൻ്റെ പരിപാടി. ഏതട്ടാ ഓ ഒന്നും പറയണ്ട ഗൈസ്. ഇതിനെയും കൊണ്ട് ഒരു രക്ഷയില്ല. ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിക്കൊടുത്തതാട്ടോ. ഇവള് ചോറ് തിന്നുമ്പോൾ പറഞ്ഞിട്ടില്ലേ നിങ്ങളെ കാണിച്ചു തരാന്ന്. അപ്പോൾ ആ ബർത്ത്ഡേക്ക് ഞാൻ മേടിച്ചെടുത്തൊരു സംഭവമാണ്. അപ്പോൾ അവൾ ചെയ്തതാട്ടോ. ആ ബുക്കിൽ ഒരു ബ്ലാക്ക് ഫ്രെയിം ആയിരിക്കും, അതിലിങ്ങനെ വരച്ചെടുക്കണം ഗൈസ്. അപ്പം അതാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ ഇതാ ഫ്ലവർ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട്. യാതൊട്ടാ വീടല്ലേ മോനെ നീ എന്നെ എടുക്കുന്നേ. യാതുട്ടാ എന്നെ പൊന്നൂട്ടാ നീ കാണിക്കുന്നേ. എന്നെ വേണ്ടേ കുട്ടിക്ക്? അതുമാ ആ ബാ പൊങ്ങി വാ. വേണ്ട നീ ചെയ്തിനാ ഡ്രോയിങ്. അത് പിന്നെ ഒരു ദിവസം കാണിച്ചു കൊടുക്കാം. ആ അതാ ആ ബുക്ക് ഇങ്ങനെയാണ് ഗൈസ് ഉണ്ടാവുക. ഇത് കുഞ്ഞാറ്റേൻ്റെ ആണ്. അവളിങ്ങനെ പൊന്നിച്ച് വെക്കലാണ് ഗൈസ്. അപ്പം ഇതിൻ്റെ അകത്താണ് ഡ്രോ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെയാക്കി എടുക്കുന്നത് അവൾ. നമ്മനെ കൊണ്ടച്ചവളത് വേണ്ട അങ്ങ് കൊണ്ടച്ച കിടക്കാലോ. അവള് തലയിൽ എണ്ണയെല്ലാം വെച്ച് മുനികുമാരി ആയിരിക്കുന്നു ഗൈസ്. ഇവളുടെ മുടി ഉണങ്ങിയോ നോക്കണം. ഉണങ്ങിയിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കണം ഗൈസ്. യാദൂട്ടൻ്റെ കുരുത്തൊക്കെ കണ്ട എന്നാ പണിയെടുക്കുന്നതെന്ന് കണ്ട. പിന്നെ ഇതൊന്ന് കാണിച്ചു.
ഗായ്സ് ഇത് ഫസ്റ്റത്തെയാണ് ഞാൻ യാതു ചവിട്ടില്ല. ആക്കിയതാണ്. ഇതിന്റെ ഉള്ളില് ബ്ലാക്ക് മൊത്തം ചുരണ്ടി കളഞ്ഞ അത് മൊത്തം ചുരണ്ടി കളയുമ്പോ ഇങ്ങനെയാ ഗൈസ് ഉണ്ടാവുക. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. എല്ലാം അങ്ങനെ ആക്കി എടുത്ത് യാതും എൻ്റെ ഉള്ളിൽ കയറി പോയാ വായിൽ വെക്കല്ലടാ യാതോ ഇച്ചിമാ. അപ്പോൾ ഗൈസ് ഒരുത്തീൻ്റെ മുടിയിലും കൂടി ഒന്ന് തേക്കട്ടെ. കുഞ്ഞാത്ത എൻ്റെ മുടിയിൽ നല്ലപോലെ ചെയ്യുന്നുണ്ട്. തൊട്ടാ മൊത്തം കൊഴിഞ്ഞു വരും. വെള്ള മുടി ഒന്ന് സെറ്റാക്കട്ടെ ഗൈസ്. എത്ര എണ്ണ വെച്ചാലും ഇങ്ങനെ ചെമ്പിച്ച് വെക്കുന്നു. അതോ പെമ്മക്കളെ കൊണ്ടുള്ള ഉപകാരമായി ഗൈസ്. കുറച്ച് കുഞ്ഞിരുന്നേ. പതുക്കെ മതി കുഞ്ഞായിട്ട്. അധികം പ്രഷർ കൊടുത്താൽ ചിലപ്പോൾ മുടി തെച്ചും കയ്യിൽ വരും. മുടിയായിട്ട് മൂന്ന് പെണ്ണായത് കൊണ്ട് തന്നെ ഗൈസ് വലിയ ഓട്ടയെങ്ങാനും ഇടേണ്ടി വരും. എന്നാ യാതൂട്ടാ അമ്മ എടുക്കാം. ഉറക്കി തരാം കുട്ടീനെ. ചേച്ചീന്റെ തലയിൽ എണ്ണയും കൂടി വെച്ച് പൊക്കി കെട്ടി കൊടുക്കട്ടെ. എടുത്തോ. മസാജ് ചെയ്യാനുള്ള സമയമില്ല ഗൈസ്. എന്റെ അമ്മ പോകുന്ന പോലെ ചെയ്യുവാ. മുടി പിടിക്കുന്ന അതോ നീ മസാജ് ചെയ്യട്ടാ. ആ മതി എണീക്കമ്പി. അപ്പൊ ഗൈസ് യാദൂട്ടൻ സെറ്റായി ഗൈസ്. ഇനി ദേഷ്യം വരാൻ തുടങ്ങുന്നുണ്ട്. മതി ഇവിടെ മുടി തൊടാനാവൂല എൻ്റെ മുടി. അതാ ഞാൻ പറഞ്ഞിട്ടില്ലേ മുടി തൊടാനാവൂല. എൻ്റെ അമ്മ പോസ്റ്റ്മോർട്ടം അതിനേക്കാളും നല്ല മസാജ് ചെയ്യേണ്ടിരിക്കുന്നത്. ബോറടിക്കുന്നുണ്ടാ? പുസ്തകം എടുത്തിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. നേരം തന്നെ ബോറടിക്കും മാറും. ബോറടി വേണ്ട ഒന്നുമില്ല അല്ലേ. പോയി കിടന്നോ. കിടക്കുന്നല്ലേ. തലാണി എടുത്തു. അങ്ങനെ വലിയൊരു അംഗം വെട്ടിന് ശേഷം ഞാൻ യാദൂട്ടനെ ഫീഡ് ചെയ്ത് ഉറക്കിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. അങ്ങനെ 1.5 മണിക്കൂറത്തെ ഫീഡിങ്ങിന് ശേഷം ഞാൻ യാദപ്പനെ നല്ല പോലെ ഉറക്കിയിട്ടുണ്ട്. ഞാൻ ഉറക്കിയതല്ല, അവൻ ഉറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോഴേ എണീക്കത്തുള്ളൂ ഫീഡ് ചെയ്യാൻ വേണ്ടി, പാല് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നാളെ സ്കൂൾ അവധി ആയതുകൊണ്ട് തന്നെ ഗൈസ് പിള്ളേർ എൻ്റെ കൂടെയാണ് കിടക്കുന്നത്. ലീവുള്ള ദിവസം എൻ്റെ കൂടെ കിടക്കും കേട്ടോ. അല്ലാത്തപ്പോൾ അപ്പുറത്താണ് കിടക്കാറ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്.